വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥ് എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. മൂവരും ഒളിവിലാണ് എന്നാണ് പോലീസ് റിപ്പോർട്ട്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവൻ തന്നെയാണ് ചേരുന്നത്. രതീഷ്, കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് ഈ ഒരു അന്വേഷണം ഏറ്റെടുക്കും എന്നുള്ള വിവരം വരുന്നത്. ഇപ്പോൾ ഇവർ മൂന്ന് പേരും എവിടെയാണ് എന്നാണ് പോലീസ് പറയുന്നത്? അവരുടെ ജാമ്യാപേക്ഷയൊക്കെ ഏത് രീതിയിലാകും പരിഗണിക്കുക? തീർച്ചയായും ഇന്നലെയാണ് 15-ാം തീയതി, ജനുവരി 15-നായിരുന്നു അവരുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള മുൻ സെഷൻസ് കോടതിയുടെ ഒരു ഇടപെടലുണ്ടായത്. അത് ഇന്നലെ വാദം ആരംഭിച്ചെങ്കിലും ജാമ്യം ലഭിച്ചിരുന്നില്ല. ഇന്നലെ IC ബാലകൃഷ്ണൻ MLA, അതേപോലെ തന്നെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ തുടങ്ങിയവരുടെ വാദമാണ് പൂർത്തിയായത്. കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥിന്റെ വാദം പൂർത്തിയായില്ല. അത് ഇന്ന് വാദം നടത്തും. അതിനുശേഷം പ്രോസിക്യൂഷന്റെ കൂടെ വാദം കേട്ടായിരിക്കും വിധി ഇന്ന് ഉച്ചയോടെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞും പറയാനുള്ള സാധ്യത. ഇതിൽ പ്രധാനമായും IC ബാലകൃഷ്ണന്റെ അഭിഭാഷകനൊക്കെ കൂടെ കൂടുതൽ തെളിവുകളൊക്കെ പ്രോസിക്യൂഷനെതിരെ ഉന്നയിച്ചെങ്കിലും അതിന്റെ തീരുമാനം വളരെ നിർണായകമാണ്. ഇന്ന് സെഷൻസ് കോടതിയുടെ ഈ വിഷയത്തിലുള്ള മുൻകൂർ ജാമ്യ ഹർജി സംബന്ധിച്ചുള്ള തീരുമാനം വളരെ നിർണായകമായ ഒരു അവസരമാണ്. അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഇദ്ദേഹത്തിന്റെ മരണം, NM വിജയന്റെയും മകന്റെയും മരണം ഉൾപ്പെടെ പരിശോധിക്കും. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധമായ സാമ്പത്തികമായ ആക്ഷേപങ്ങളും പരാതികളും കൂടെ ക്രൈംബ്രാഞ്ച് പരിശോധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സമാന്തരമായി 3 പരിശോധനകളാണ് ഇത് സംബന്ധിച്ച് നടക്കുന്നത്. ഒന്ന്, പ്രത്യേക അന്വേഷണ കമ്മീഷൻ ബത്തേരി DYSP അഹമ്മദ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം, അതുപോലെ തന്നെ വിജിലൻസ് സംഘം. ഇപ്പോൾ ക്രൈംബ്രാഞ്ചും ഈ വിഷയം അന്വേഷിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലായ ഒരു സംഭവം നിലയിൽ കൂടിയാണ് ഇത് കാണേണ്ടത്. CPM-ഉം LDF-ഉം ഇത് രാഷ്ട്രീയമായി പ്രയോഗിക്കും കോൺഗ്രസിനെതിരെ എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വന്നിരിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായിട്ടും ഇന്ന് വാദം പൂർത്തിയായ ശേഷമായിരിക്കും ഇതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം പറയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ സെഷൻസ് കോടതിയുടെ ജാമ്യം ലഭിക്കാത്ത പക്ഷം സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനായിരിക്കും ഈ പ്രതിപട്ടികയിലുള്ള MLA IC ബാലകൃഷ്ണൻ, അതേപോലെ തന്നെ ND അപ്പച്ചൻ, KK ഗോപിനാഥ് തുടങ്ങിയവരുടെ ശ്രമം നടക്കുക. അതിനിടയ്ക്ക് പോലീസിന്റെ ഇവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തും. പോലീസ് ഇപ്പോൾ നിലവിൽ പറയുന്നത് ഇവർ സംസ്ഥാനത്തിന് പുറത്താണ്, കർണാടകയിൽ ഉൾപ്പെടെയാണ് എന്ന ധാരണയിലാണ് പോലീസ്. ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും ഈ ജാമ്യ ഹർജി തള്ളിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഇവരെ ലൊക്കേഷൻ കണ്ടെത്താനും ഇവരെ ട്രേസ് ചെയ്യാനുള്ള സംവിധാനങ്ങളിലേക്ക് പോലീസ് പോകും. സ്വാഭാവികമായിട്ടും അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് പൊടുന്നനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഹൈക്കോടതി ജാമ്യ ഹർജി സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു സാവകാശം സ്വാഭാവികമായിട്ടും പോലീസ് നൽകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ നിർണായകമായ തീരുമാനങ്ങളാണ് ഉണ്ടാവുക. MLA-ക്കെതിരെ അല്ലെങ്കിൽ DCC പ്രസിഡന്റിനെതിരെയൊക്കെയുള്ള വളരെ കൃത്യമായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുത്ത ഒരു പരാതി, ഒരു ആത്മഹത്യാക്കുറിപ്പിന്റെ പേരിൽ എടുത്ത ആത്മഹത്യാ പ്രേരണ കേസ് തുടങ്ങിയവ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് KPCC ഉൾപ്പെടെ വലിയ പ്രാധാന്യമുള്ള വിധിയാണ് ഇന്ന് വരിക. ഈ മുൻകൂർ ജാമ്യം ലഭിക്കുന്നതോടെ പലതരത്തിലും ഈ പ്രതിരോധങ്ങളെ മറികടക്കാൻ കോൺഗ്രസിനാവുമെന്ന ഒരു പ്രതീക്ഷയും. ശരി രതീഷ്, അത് തന്നെയാണ് ഇന്നത്തെ വിധി. ഏറെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസ് നേതൃത്വത്തിനും IC ബാലകൃഷ്ണൻ MLA അടക്കമുള്ള ആളുകൾക്കും.